നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ആഴ്ചത്തെ ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒട്ടകങ്ങൾക്കിടയിൽ ഒരു മനുഷ്യന് ആടുജീവിതം. കുടുംബത്തിന്റെ പ്രാരാബ്ധം അകറ്റാനായി മരുഭൂമിയിലേക്ക് വിമാനം കയറിയ തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ഷംനാദിനാണ് ഈ ദുരനുഭവം. ഗൾഫിൽ അറബിയുടെ ക്രൂരപീഡനത്തെ തുടർന്ന് ആടുജീവിതം നയിച്ച ഷംനാദിനെ ദമാമിലെ മലയാളി സംഘടന രക്ഷപ്പെടുത്തി. പാസ്പോർട്ടും മറ്റെല്ലാ രേഖകളും സ്പോൺസറുടെ കയ്യിലായതിനാൽ ഇനി എന്ന് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വരും എന്ന ആശങ്കയിലാണ് ഭാര്യയും മറ്റു ബന്ധുക്കളും. കുടുംബത്തിന്റെ കഷ്ടപ്പാടകറ്റാൻ പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ഷംനാദ് കുവൈറ്റിലേക്ക് പോയത്. ഹോം ഡ്രൈവർ ജോലിക്കാണ് പോയതെങ്കിലും ഒട്ടകങ്ങളെ മേയ്ക്കുന്ന പണിയാണ് ലഭിച്ചത്. ശമ്പളം കിട്ടിയതുമില്ല. ശമ്പളം ചോദിച്ചപ്പോൾ കൊടിയ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത്. എൻ്റെ പേര് ഷംനാദ്. ഞാൻ കുവൈറ്റിൽ വന്നിട്ട് 1.5 മാസമായി. എനിക്കവിടെ ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ഞാനവിടെ ബാത്റൂം റൂം എല്ലാം ചെടിയെല്ലാം വെട്ടി ക്ലീനാക്കി. ശമ്പളം ചോദിച്ചപ്പോൾ ഇനി ശമ്പളമില്ല. അവിടെ നേരെ എന്നെ സൗദിയിൽ കൊണ്ടുവന്നു. സൗദി ബോർഡർ എന്നെ കടത്തി വിട്ടിട്ടില്ലായിരുന്നു. അവിടെ പോലീസുകാർ പാസ്പോർട്ടുമായി തിരിച്ച് റോഡിലിറങ്ങിയപ്പോൾ അവിടെ നിന്ന് അടുത്ത് എന്നെ 1.5 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി. വീണ്ടും ഒരു ഫോൺ കോൾ വന്നപ്പോൾ തിരിച്ചു വന്നു കൈക്കൂലി കൊടുത്ത് എന്നെ പ്രിൻ്റ് എടുത്താണ് എന്നെ ഇപ്പോഴത്തെ കൊണ്ടുവന്നു എന്നെ നേരെ മസറായി കൊണ്ടിട്ടു. ആഹാരമില്ല, ഒന്നുമില്ല. ഒട്ടകത്തിന് മേപ്പാരും ജോലി. എന്നെ കൈയക്രമം വരെ ചെയ്തിരുന്നു. 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് സർജറി പോയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു. ഞാൻ ഒരുപാട് അനുഭവിച്ചു. ശമ്പളം ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. 3 മാസമായി വന്നിട്ട്. 1.5 മാസം അവിടെ, 1.5 മാസം ദമാമിൽ. ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ബാല്യത്തിലെ അനാഥനായ ഷംനാദ് 11 വർഷം മുൻപാണ് ബുഷറയെ നിക്കാഹ് ചെയ്തത്. മീൻ പിടിക്കാൻ പോയും ഓട്ടോറിക്ഷ ഓടിച്ചുമാണ് കുടുംബം പോറ്റിയത്. സ്വന്തം വീടെന്ന മോഹവുമായാണ് 7 വർഷം മുൻപ് ദുബായിലേക്ക് പറന്നത്. ഹെൽപ്പറാവാൻ പോയ ഷംനാദിന് അവിടെ കിട്ടിയത് മറ്റു പണികളാണ്. സമയത്ത് ശമ്പളമില്ലെന്ന് വന്നപ്പോൾ തിരികെ പോന്നു. മിച്ചമായത് വലിയ കടം. ആദ്യം ദുബായിൽ പോവുകയായിരുന്നു, അലൈൻ. അവിടെ പോയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞ ജോലി ഹെൽപ്പറായിട്ട് ജോലിക്ക് പോകുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മന്ദബുദ്ധിയെ നോക്കേണ്ട അവസ്ഥയാണ്. ഒരു കണ്ണ് കാണാത്ത ഒരു വൃദ്ധനെയും ഒരു മന്ദബുദ്ധിയെ നോക്കേണ്ട അവസ്ഥയായിരുന്നു. അത് കാരണം എൻ്റെ ഭർത്താവിൻ്റെ മന്ദബുദ്ധി തലയ്ക്കടിച്ചത് കാരണം അദ്ദേഹത്തെ അറബി കയറ്റി വിടുകയായിരുന്നു. അന്ന് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. അതിനുശേഷം വീണ്ടും കടങ്ങൾ ഏറുകയാണ്. കാരണം ഞങ്ങൾക്ക് അന്നന്ന് കൊണ്ട് മത്സ്യബന്ധനത്തിന് പോയി അതിൻ്റെ ഉപജീവനം കൊണ്ട് ജീവിക്കാനും ശേഷമാണ് എൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പലിശ കൊടുക്കാനോ മുതൽ കൊടുക്കാനോ കഴിയുന്നില്ല. അന്നന്ന് ജീവിക്കുക, കുട്ടികളെ നോക്കാൻ പോലും തികയുന്നില്ല. വീണ്ടും സൗദി അറേബ്യയിലോട്ട് ഗൾഫിലോട്ട് പോകാമായിരുന്നു. അവിടെ പോയത് ഇതേപോലെ ഹെൽപ്പർ പണിക്കെന്ന് പറഞ്ഞ് തന്നെ അവിടെയും പോയത്. അവിടെ പോയപ്പോഴത്തേക്ക് പുള്ളി അറബിയുടെ ഫ്രണ്ടിൽ നിന്ന് രക്തം ഒമിറ്റ് ചെയ്ത് ഛർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അവർ മെഡിക്കൽ അൺഫിറ്റ് എന്ന് പറഞ്ഞ് കയറ്റി വിടൂ. ഇത്രയും കടങ്ങൾ നിലനിൽക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു സെൻറ്റ് ഭൂമി പോലും ഇല്ല. ഈ പുറമ്പുകൾ കാണുന്ന വീട് മാത്രമേ ഉള്ളൂ. അത് തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പൈസ കടമെടുത്ത് കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റിൽ നിന്ന് ഇപ്പോൾ സൗദി അറേബ്യയിലോട്ട്. വാടക ഓട്ടോ ഓടിച്ചു കിട്ടുന്ന പണം കൊണ്ട് കുടുംബം പോറ്റലും കടം തീർക്കലും ഒന്നിച്ചു നടക്കില്ല എന്ന് വന്നപ്പോൾ വീണ്ടും ഗൾഫിലേക്ക് പറന്നു. കാലുറപ്പിക്കും മുൻപേ രോഗങ്ങൾ കീഴ്പ്പെടുത്തി. സംഗതി പന്തിയല്ലെന്ന് കണ്ട് അറബി 2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചയച്ചു. അതോടെ കടം വീണ്ടും കൂടി. കടത്തിന്റെ പലിശ പോലും നൽകാനാവാതെ വിഷമിക്കുമ്പോഴാണ് ഹോം ഡ്രൈവറായി കുവൈറ്റിലേക്ക് പോവാൻ അവസരം വന്നത്. മാടൻവിള സ്വദേശി നസീർ എന്നയാളാണ് വിസ ശരിയാക്കി നൽകിയത്. വീട്ടിലെ കാര്യം എൻ്റെ ഭാര്യ എല്ലാ പള്ളിയിലും പോയി കൈ നീട്ടിയാണ് മക്കളെ വളർത്തുന്നത്. വിസ എന്ന നാട്ടിലുള്ള നസീർ എന്ന് പറയും. 65,000 രൂപ വാങ്ങിച്ചായിരുന്നു. അവിടെ നിന്ന് കയറ്റി വിട്ടു.
ഗ്രീൻ പേപ്പറിൽ 60 ദിനാറേ ഉള്ളൂ അവൻ എന്നെ പറഞ്ഞതിൻ്റെ അന്ന് തളിക്കുന്ന ദിവസം എന്ന് പറയും 80 ദിനാറും ചാപ്പാടും കഫീലിൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ഇത് വേണിയാണ് ഞങ്ങൾ കയറി വന്നത്. കയറി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ല, ശമ്പളം 60 കേടിയേ ഉള്ളൂ. അതിൽ നിന്ന് ആഹാരങ്ങളെല്ലാം ചെയ്ത് നമ്മൾ കഴിച്ചു കൊള്ളണം. ഇതൊക്കെ ചോദിച്ചപ്പോൾ എന്നെ അവിടെ നിന്ന് വിസ കൊടുത്ത തമിഴ് എന്നെ കയ്യാക്രമണം ചെയ്തു. കണ്ടുണ്ടെന്ന് ഒരു മലയാളി വന്ന് ചോദിച്ചപ്പോൾ നീ തിരക്കേണ്ട കാര്യമില്ല എന്ന് അവനോട് പറഞ്ഞു. എന്നിട്ട് അവൻ ചെന്ന് ഉടനെ കഫീലിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് അറബറിയില്ല. ഞാൻ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവൻ മൈൻഡില്ലാതെ നിന്നു. എന്നെ വിടുപ്പ് തൂക്കിയെടുത്ത് റൂമിനകത്തെടുത്തിട്ടു. പിന്നെ അവിടെ ഞാൻ പിന്നെ സഹിച്ചു നിന്നു. ആഹാരമില്ല, ഞാൻ സഹിച്ചു. ഞാൻ വല്ലവരും തമിഴന്മാർ റൂമിൽ പോയാണ് ഞാൻ ആഹാരങ്ങൾ പോയി കഴിക്കുന്നത്. കഫീലിൻ്റെ മോനാണ് എന്നെ കൊണ്ടുവരുന്നത്. എന്നെ നേരെ ഒട്ടകത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കിയായിരുന്നു. 20,000 രൂപയും ചെലവുമാണ് പറഞ്ഞുറപ്പിച്ചത്. 65,000-ഓളം രൂപ മുടക്കി അവിടെ എത്തിയപ്പോൾ ഡ്രൈവർ ജോലിയില്ല. പറയുന്ന ജോലിയെല്ലാം ചെയ്യേണ്ട സ്ഥിതി. 1 മാസം കഴിഞ്ഞിട്ടും ശമ്പളം ലഭിക്കാതെ വന്നപ്പോൾ പ്രതിഷേധിച്ചു. സൗദിയിലെ ദമാമിലേക്കുള്ള കടത്തലായിരുന്നു ഫലം. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴും എന്നെ ആദ്യം കൊണ്ട് കയറിയ സമയത്ത് എന്നെ കയറ്റി വിടയില്ലെന്ന് പറഞ്ഞു. കയറ്റി വിടയില്ലെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. അങ്ങനെ കഫീലിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പാസ്പോർട്ട് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. പിന്നെ റിട്ടേൺ തിരിച്ച് 1.5 കിലോമീറ്റർ ദൂരെ ഓടിപ്പോയിട്ട് ഒരു ഫോൺ കോൾ വന്നപ്പോൾ റിട്ടേൺ വീണ്ടും തിരിച്ചു വന്ന് കൈക്കൂലി കൊടുത്തന്നെ പ്രിൻ്റ് എടുത്ത് തന്നെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇനി സൗദിയിൽ ഇറങ്ങിക്കൂടാ. ഒട്ടകത്തിന് പനയും കയറ്റം പുല്ല് വിറപ്പും ഇത് തന്നെ എനിക്ക് ജോലി. എന്നെക്കൊണ്ട് തീരെ വയ്യ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഞാൻ ദേഹം തളർന്ന് ഞാൻ ആ റൂമിൽ കടന്ന സമയത്ത് എന്നെ വന്ന് കഫീലിൻ്റെ മോൻ വന്ന് ഒടുവ് തൂക്കിയെടുത്ത് നിർത്തിക്കൊണ്ട് സംസാരിച്ചിട്ട് നെഞ്ചാ മുടിയും തള്ളി എന്നെ തറയിട്ടു. എന്നിട്ട് ഞാൻ കരഞ്ഞ് വിളിച്ചു. എന്നിട്ട് അവൻ മൈൻഡില്ലാതെ പോയി. അൽക്കൂർ എന്ന സ്ഥലത്ത് ഒട്ടകത്തെ മേയ്ക്കൽ. കുടിക്കാൻ വെള്ളം കിട്ടില്ല, വിശപ്പകറ്റാൻ ഭക്ഷണവുമില്ല. ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഷംനാദ് മറ്റൊരാളുടെ സഹായത്തോടെ ഭാര്യയെ വിവരമറിയിച്ചത്. വിസയ്ക്ക് പണം കൊടുത്ത നസീറിനെ പലതവണ കണ്ട് വിവരം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. നോർക്ക ഓഫീസിൽ പരാതിപ്പെട്ടെങ്കിലും വിസ സ്റ്റാമ്പ് ചെയ്തത് ഹൈദരാബാദിലായതിനാൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു. കഠിനംകുളം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഒന്നുമായില്ല. എങ്ങനെയും ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനായാണ് ഭാര്യ ബുഷറ ഇറങ്ങിത്തിരിച്ചത്. ഷംനാദിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ബുഷറ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഷംനാദിന്റെ അവസ്ഥ മനസ്സിലാക്കിയ സമ്പത്ത് MP കുവൈറ്റ് എംബസിയുമായി ബന്ധപ്പെട്ടു. നോർക്കക്കാർ പിൻവാങ്ങിയപ്പോൾ സമ്പത്ത് സാർ മുഖേന അദ്ദേഹമാണ് ഇതിന് വേണ്ടി എല്ലാം ചെയ്തു തന്നെ. അദ്ദേഹമാണ് ഇതിനു വേണ്ടി എല്ലാം മുന്നോട്ട് പോയത്. അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ഗൾഫിലോട്ട് എംബസിനെ വിളിച്ചു. പിന്നെ അവിടുത്തെ നവോദയ എന്ന സംഘടന, പിന്നെ വക്കത്തുള്ള നഹാസ് സാറ്, മലയാളികളുടെ സഹായത്തോടെ ദമാമിലെ നവോദയ എന്ന സംഘടന ഇടപെട്ട് ഇക്കഴിഞ്ഞ ദിവസം ഷംനാദിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷംനാദിൻ്റെ വൈഫ് നാട്ടിൽ നമ്മളെ MP സമ്പത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെടുകയും ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും അതുപ്രകാരം സമ്പത്ത് MP നേരിട്ട് എന്നെ വിളിക്കുകയും ഈ കാര്യത്തിൽ ഇടപെടാൻ ഏൽപ്പിക്കുകയും ചെയ്തു. സമ്പത്ത് MPയുടെ നിർദ്ദേശപ്രകാരം നമ്മളെ അബ്കേക്കിലുള്ള സഖാക്കൾ ബാബു, അബ്ദുറഹീം, ഷാജഹാൻ ഇവരൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. ഇതിനിടയിൽ എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഔട്ട് പാസ് മേടിച്ച് നാട്ടിലയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഇത്തരം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ദമാമിൽ നവോദയ എന്ന സംഘടനയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഷംനാദ്. പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എംബസിന് EC വാങ്ങണം, പിന്നെ നിയമപ്രകാരമുള്ള വിസ അടിക്കാൻ നോക്കണം. കാരണം നിലവിൽ ഇയാളുടെ വിസിറ്റ് വിസ വാലിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ സ്പോൺസർക്ക് വേണമെങ്കിൽ ഇയാൾക്കെതിരെ ക്ലെയിം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഔസ്ട്രേലിയ വിസയിൽ വന്നതാണ്. 1. നമ്പർ 2, എംബസിയുടെ ഔസ്ട്രേലിയ വിസയിൽ വരുന്നതിനുള്ള മതിയായ രേഖകളുണ്ട്, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതൊന്നും പാലിക്കാതെയാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ ഷംനാദിന്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം സ്പോൺസറുടെ കയ്യിലായതിനാൽ നാട്ടിലെത്താനാകുന്നില്ല.
പുള്ളി നവോദയ സംഘടനക്കാർ വരുമ്പോൾ ആ വഴി ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം പുള്ളിക്ക് സ്വന്തമായിട്ട് മൊബൈലോ അല്ലെങ്കിൽ ഒരു സിമ്മോ ഇല്ല. കാരണം പുള്ളിയുടെ എല്ലാ രേഖകളും കുവൈറ്റിലാണുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയിലാണ് നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി. കാരണം പുള്ളിയുടെ തല പോകുന്ന കേസാണ്. അതിനൊക്കെ ഈ സംഘടന എല്ലാം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കുവൈറ്റിൽ കുറേ പേപ്പർ കളക്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് സൗദിയിലോട്ട് കുറേ ഒരു ഇതുകൊണ്ട് വെരിഫിക്കേഷൻ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ എന്തായാലും എത്തിക്കുമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പം കൂടാതെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളെ കൂലിപ്പണിയെടുത്താണ് ഭാര്യ ബുഷറ പോറ്റുന്നത്. കടത്തിന്മേൽ കടം കയറി വീടും നഷ്ടമായി. തിരികെ വന്നാൽ തന്നെ ഇനി എങ്ങനെ കുടുംബത്തെ പോറ്റുമെന്ന സങ്കടത്തിലാണ് ഭാര്യ ബുഷറ. കുട്ടികളുടെ ഫീസൊന്നും കൊടുത്തിട്ടില്ല. സ്കൂളിൽ നിന്ന് ആദ്യം പുറത്താക്കിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സ്കൂളുകാർ അതിന് പറഞ്ഞു സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയും തീർത്താൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ മോനെ പുറത്താക്കിയായിരുന്നു. മോനും മോളുണ്ട്. കാരണം ഫീസൊന്നും അടച്ചിട്ടില്ല. ഇത്രയും ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? തിരിച്ചു വന്നാൽ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. കാരണം ജീവിക്കണോ വേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇത്രയും കടങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഏത് രീതി ജീവിക്കാം? അന്നൊന്ന് ഈ പലിശ കൊടുക്കാൻ അല്ലെങ്കിൽ മുതൽ കൊടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ കടം തീർക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മറു പൈസ കടമെടുത്താണ് എൻ്റെ ഭർത്താവ് ഇവിടെ നിന്ന് കയറിപ്പോയി. ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? പുതുക്കുറിച്ചി കടൽത്തീരത്ത് പുറമ്പോക്ക് ഭൂമിയിലെ വീട്ടിലാണ് ഷംനാദിന്റെ ഭാര്യ ബുഷറയും 2 കുട്ടികളും ഇപ്പോൾ താമസിക്കുന്നത്. അധികൃതർ ഇടപെട്ട് ഭർത്താവിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബം. പ്രവാസ ലോകത്ത് വിദ്യാർത്ഥികൾക്കായുള്ള ഏറ്റവും വലിയ കലാമാമാങ്കമായ സോന കേളി കലോത്സവത്തിന് സമാപനമായി. 6ാമത് സോന കേളി കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും നിർവഹിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിലാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന സ്കൂളിനുള്ള സമ്മാനം കരസ്ഥമാക്കിയത് 5 പവന്റെ സോന എവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ റിയാദാണ്. കലയുടെയും സാഹിത്യത്തിന്റെയും രചനയുടെയും നടനത്തിന്റെയും 4 നാളുകൾ പിന്നിട്ട വർണ്ണശബളമാർന്ന മത്സരവേദികൾക്ക് തിരശീല വീണു. പ്രവാസ ലോകത്തെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേളി സോന യുവജനോത്സവത്തിന്റെ സമാപന ദിവസം നടന്ന ഫാൻസി ഡ്രസ്, വട്ടപ്പാട്ട്, ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന എന്നിവ മികച്ച നിലവാരം പുലർത്തി. തങ്ങളുടെ മക്കളുടെ സർഗവൈഭവങ്ങൾ പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരത്തെ രക്ഷിതാക്കൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കേളി എന്ന് പറഞ്ഞൊരു സംഘടന ഇങ്ങനെയും കൂടെ ഞങ്ങളുടെ കുട്ടികളുടെ കഴിവ് മറ്റുള്ളവരെ കാണിക്കുന്നതിനും അവർക്കൊരു അവസരം ഒരുക്കി തന്നതിനും കേളിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയതിൽ രക്ഷകർത്താക്കെന്നുള്ളത് ഞങ്ങൾ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട്. ജയിക്കോ വിജയിക്കോ തോക്കോ എന്നുള്ളത് അത് പിന്നത്തെ കാര്യം. പക്ഷെ അവസരം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൽ താങ്ക്സ് അലോട്ട്. മോനെ, ഈ ഉമ്മയുടെ ജീവൻ പോവാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എന്റെ മുത്തിനെ യുദ്ധഭൂമിയിൽ നിന്ന് ഏതെങ്കിലും മരുപ്പച്ചയിലെത്തിക്കും ഈ ഉമ്മ. വയ്യ, എന്റെ കുഞ്ഞിനെ ആരെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കേ. ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. സമാപന സമ്മേളനവും സമ്മാനദാന ചടങ്ങും പ്രമുഖ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ കുഞ്ഞിരാമൻ മയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ യുവജനോത്സവത്തിന്റെ മുഖ്യ പ്രായോജകരായ സുവന ജ്വല്ലേഴ്സിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സൂരജ്, ക്ലിക്കോൺ MD നാസർ അബൂബക്കർ, ജിമാർട്ട് മാനേജർ ശശികുമാർ പിള്ള, സഫ മക്ക മാനേജിംഗ് ഡയറക്ടർ യഹിയ, മഹാത്മാ സ്കൂൾ ചെയർമാൻ അബ്ദുൽ ജബ്ബാർ തുടങ്ങി റിയാദിലെ സാമൂഹ്യ സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നടന്ന സമ്മാനദാന ചടങ്ങിൽ 16 സ്കൂളുകളിൽ നിന്ന് 42 ഇനങ്ങളിലെ വിജയികൾക്ക്
മെഡലുകളും ട്രോഫികളും വിതരണം ചെയ്തു. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന സ്കൂളിനുള്ള സോന ജുവലറി നൽകിയ 5 പവന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 286 പോയിന്റ് നേടി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ റിയാദ് കരസ്ഥമാക്കി. 121 പോയിന്റുകൾ നേടി യാര സ്കൂൾ 2ാം സ്ഥാനത്തും 100 പോയിന്റുകൾ നേടി മോഡേൺ സ്കൂൾ 3ാം സ്ഥാനത്തുമെത്തി. 16 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് യുവജനോത്സവത്തിൽ പങ്കെടുത്തത്. ഇളവരമ്പിൽ പാടി നടക്കും മാടത്തെ കിളിയേ വരവായി അരിവാളും തിരുനാവിൽ കളം പാട്ടും കൊണ്ട് അറുകരെ നിറ ചെറുമികളും ചെറുമനും ഈ പാടവരമ്പിൽ കതിർ കൊയ്യാൻ കതിർ കൊയ്യാൻ ഏറ്റവും കൂടുതൽ കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ട്രോഫിയും ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് കരസ്ഥമാക്കിയത്. കേളി സെക്രട്ടറി റഷീദ് മേളവിൽ, മുഖ്യരക്ഷാധികാരി KR ഉണ്ണികൃഷ്ണൻ, KT ബഷീർ, സുരേഷ് ചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന മത്സരങ്ങളും സമാപന സമ്മേളനവും സമ്മാനദാനവും അൽ ഹയർ ഓഡിറ്റോറിയം കോമ്പൗണ്ടിലെ വിശാലമായ മൈതാനത്ത് പ്രത്യേകം സജ്ജീകരിച്ച സ്റ്റേജിൽ നടന്നത് കാണികളിലും പ്രവാസികളുടെ കുട്ടികളിലും നാട്ടിലെ ഉത്സവപ്പറമ്പുകളുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി. പച്ചയായ നേർക്കാഴ്ചയാണ് പ്രവാസം. ഇന്നലകളുടെ വഴിത്താരയിൽ നഷ്ടസ്വപ്നങ്ങളുടെ മാറാപ്പുമായി ജീവിതം ഹോമിക്കുന്ന പ്രവാസി. അലറിയെടുത്ത കടലും ഉഷ്ണക്കാറ്റിൽ ഉയർന്നു പൊങ്ങിയ മണൽക്കൂനയുടെ മുന്നിൽ തൻ്റെ യുവത്വവും ആയുസ്സും കുടുംബവും. ഈ മണലാരണ്യത്തിൽ ആടുജീവിതത്തിനായി ജീവിതം ഹോമിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രവാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏതു വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jivan.tv. ടെലിഫോൺ നമ്പർ 0484233815 അല്ലെങ്കിൽ 0484233816. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.